ഇന്ന് നമ്മൾ കങ്കുവയിലെ പുതിയൊരു സോങ് റിലീസായിട്ടുണ്ട്. തലവനെ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിൻ്റെ ലിറിക് വീഡിയോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ സോങ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ആക്ച്വലി തുടങ്ങുന്നത് തന്നെ കങ്കുവയുടെ ട്രെയിലർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സോങ് റിയാക്ഷൻ കങ്കുവയുടെ സോങ് വെച്ചിട്ടാവട്ടെ അല്ലേ? നമുക്ക് ആ സോങ് ഒന്ന് കണ്ടു നോക്കാം. ട്രെയിലറിലുണ്ടായിരുന്നല്ലോ ഈ സോങ്? ഉണ്ടായിരുന്നു. ബീജമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈറ്റിൽ ബീജം പോലെയാണ് തോന്നുന്നത്. മേ ബി ആയിരിക്കും. ഓക്കെ, ഏതായാലും നമുക്ക് പാട്ട് കേട്ട് നോക്കാം. അല്ല ഇല്ല അല്ലേ? നല്ല ആനിമേഷൻ അല്ലേ? ടെക്സ്ചർ ടൈറ്റിൽ സീക്വൻസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? മേ ബി ആയിരിക്കും. പടത്തിന്റെ പ്രധാന ഫൈറ്റ് സീനാണ് ഈ മഴയത്തുള്ള. ഓഡിയോ കൊണ്ട് ഇഷ്ടമാണ്. സീനാണല്ലോ. ടൈറ്റിൽ സോങ് പോലെ ഉണ്ടല്ലേ? ടൈറ്റിൽ സോങ് ആയിരിക്കും തോന്നുന്നു. അല്ല, അങ്ങനെ ടൈറ്റിൽ സോങ്ങിൻ്റെ ഒരു ഫീൽ ഉണ്ട്. നല്ല ഒന്നിൽ ടൈറ്റിൽ സോങ് അല്ലേ പടത്തിൻ്റെ ഒരു മെയിൻ. ഇനി ഇവര് വേറെ ആരെങ്കിലും പ്രകീർത്തിച്ച് പാടുന്ന അല്ലല്ല, അത് തന്നെ 100% ഷുവർ അല്ലേ? പക്ഷേ കുറച്ച് ഒറിജിനൽ ഫുട്ടേജ് കാണിച്ചാൽ അന്ന് ട്രെയിലറിൽ കാണിച്ചാലും ഗ്രേഡൊക്കെ വ്യത്യാസമുണ്ട്. അതിപ്പം ഇത് എനിക്ക് തോന്നുന്നു മിജിത് ചെയ്യുന്നത് മറ്റേ മെയിൻ ആൾക്കാരല്ലല്ലോ. ലിറിക് വീഡിയോ ചെയ്യുന്ന വേറെ ടീമാണ്. ലിറിക്കിൽ അപ്പോൾ അവർ റീഗ്രേഡ് ചെയ്യും. അത് മൊത്തത്തിലുള്ള ടൂർണമെന്റ്സ് മാറ്റുമല്ലോ. മറ്റത് ആക്ച്വലി പടത്തിന്റെ മെയിൻ അതും ആക്ച്വലി തിയേറ്ററിൽ പിന്നെ ഗ്രേഡ് മാറി അത് ചേഞ്ച് ചെയ്തായിരുന്നു അവർ ഇനിഷ്യലി. മറ്റേ തിയേറ്ററിലെ ഗ്രേഡ് ചേഞ്ച് ചെയ്തല്ലേ? തിയേറ്ററിലെ ഗ്രേഡ് വേറെ, ട്രെയിലർ കണ്ട ഗ്രേഡ് വേറെ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ ഗ്രേഡിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ട്രെയിലർ കാണാൻ ചാൻസ് ഉണ്ട്. അത് 3D ട്രെയിലർ ഉണ്ടല്ലോ, ഇതിന്റെ 3D ട്രെയിലർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3D ട്രെയിലർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് തിയേറ്ററിൽ കണ്ട് റിയാക്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട് നമുക്ക്. അത് കാരണം ഇപ്പൊ ഉടനെ ഉണ്ടാവും. അല്ല, അത് തിയേറ്ററിൽ കണ്ടിട്ട് അത് വെറൈറ്റി ആയിരിക്കും. നമ്മൾ 3D ട്രെയിലർ 3D ക്ലാസ് ഒക്കെ വെച്ച് ആക്ച്വലി ഇപ്പം തിയേറ്ററിൽ കണ്ടിട്ട് ഇതിന്റെ റിയാക്ഷൻ. ഇന്ത്യയിലെ ഏറ്റവും ഹൈപ്പുള്ള പടം ഇപ്പം നിൽക്കുന്നത് കങ്കുവയാണ്.
അതെ ഇപ്പൊ ഈ വർഷമല്ല, ഇത് കഴിഞ്ഞ വർഷം മുതലേ തുടങ്ങുന്ന ഹൈപ്പാണ് ഇതിന്. മാർക്കറ്റിംഗ് വർക്ക് ആവുന്നുണ്ട്. ഈ ഡേറ്റ് തള്ളുന്നതിന്റെ ഒരു ഇനിയിപ്പോ ഇതില് യാതൊരു മാറ്റവും ഇല്ല, ഇനി തള്ളാൻ പറ്റില്ല അവർക്ക്. ഓൾറെഡി തള്ളിയായിരുന്നു ഒക്ടോബർ 10. എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയില് പുഷ്പ 2 ഇതൊക്കെയാണ് കുറച്ചുകൂടെ. ഇവിടെ അത്രയും ഹൈപ്പ് പുഷ്പ 2 ഇല്ല. പുഷ്പ 2 ഇവിടെ അത്ര ഹൈപ്പ് അല്ല. ഇത് ഇവിടെ കങ്കോയ്ക്കാണ്, ഇവിടെ ബാക്കിയുള്ളിടത്തൊക്കെ കങ്കോയ് എമ്പുരാനും ആണ്. ഇവിടെ എമ്പുരാനും അടുത്ത വർഷമാണല്ലോ. അപ്പൊ ഈ വർഷം ഇതാന്ന് തോന്നുന്നു ഏറ്റവും വലിയ റിലീസ്. നവംബർ 14 കേരളത്തിൽ ഉൾപ്പെടെ നല്ല ഇവിടെ നല്ല ഹൈപ്പുള്ള പടം. അതെ പിന്നെ കാര്യം എല്ലാവരും മറ്റേ വെയിറ്റ് ചെയ്തിരിക്കുന്ന സൂര്യ ഇപ്പം തിയേറ്ററിൽ എത്ര വർഷമായി സൂര്യയുടെ ഒരു എതിർക്കും. അപ്പൊ അത് കഴിഞ്ഞ് 20 നാളായില്ലേ. അപ്പം പുള്ളിയുടെ ഒരു വലിയ ഹിറ്റ് പടം കാണിച്ചതെല്ലാം എന്താ പറയാ, നമുക്ക് പ്രതീക്ഷ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. പാട്ടായാലും എല്ലായാലും. അതെ ഈ പടത്തിന്റെ ഇവരുടെ ഇന്റർവ്യൂ ആണെങ്കിലും എല്ലാത്തിനകത്തും എല്ലാവരും ഭയങ്കര ഒരു ഇതിലാണ്, അവര് ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസറുടെ എല്ലാവരും. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഇപ്പൊ അവരുടെ കയ്യിലിപ്പോൾ അങ്ങനെ ഒരു സ്റ്റഫ് ഉള്ളതുകൊണ്ടായിരിക്കും അത്രയും കോൺഫിഡന്റ് ആയിട്ട് സംഭവം പറയുന്നത്. കുറച്ച് കണ്ടിട്ടുള്ളത് ഈ പറയുന്ന പോലെ മോഡേൺ ഡേ അതെ അത് എനിക്ക് തോന്നുന്നു അടുത്ത ട്രെയിലറിൽ അവർ ഉൾപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 20 മിനിറ്റ് അല്ലേ മൊത്തം പടത്തിൽ 20-25 മിനിറ്റ് എന്തോ ഉള്ളൂ പ്രസന്റ് കാലഘട്ടം. അത് ആക്ച്വലി അവര് അടുത്ത ട്രെയിലർ ഒരു 3D ട്രെയിലർ ആ ട്രെയിലറിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ആ യോളോ സോങ്ങിന്റെ കുറച്ച് വിഷ്വൽസിൽ മാത്രമേ നമ്മളത് കണ്ടുള്ളൂ. ഗോവയാന്ന് തോന്നുന്നു ആ സ്ഥലം മൊത്തം. അറിയില്ല എവിടെയാണ്, ഗോവയാണോ? ഗോവയിലാണെന്ന് പറഞ്ഞവര് അങ്ങനെ പറയുന്നത് കേട്ടോ, ഇന്റർവ്യൂ പറഞ്ഞ അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു VFX ലൈനിലാണ് എന്താ പറയുക, കുറച്ചധികം പ്രതീക്ഷയുള്ളത്. കുറച്ച് നല്ല വർക്ക് ഇന്ത്യൻ സിനിമകളിൽ പൊതുവെ ഒരു പ്രശ്നമുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്ര സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇതിനകത്തും അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ ഇപ്പോൾ ഒരു പിന്നെ ലിറിക്കൽ വീഡിയോയ്ക്ക് വേണ്ടി സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ വർക്ക് ആനിമേഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലായി. അപ്പോൾ അതുപോലെ പടത്തിനകത്ത് ഇവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ നവംബർ 14 തലൈവൻ വരുവാണ്. എല്ലാവരെയും പോലെ നമ്മളും സിനിമ കാണാൻ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ചാനൽ ഇപ്പോൾ 750 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക്. സോ ഞങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക, മഹനീയമായ സബ്സ്ക്രിപ്ഷൻ, ലൈക്കും ഷെയറും കമൻസും അതെ എല്ലാം മാക്സിമം പോരട്ടെ ഇങ്ങോട്ട് അല്ലേ.